ഇപ്പോൾ നമ്മൾ രസം ഉണ്ടാക്കിയാണ്. രസം കായ ഇട്ടു, മറ്റങ്ങ് കുരുമുളക് പൊടി ഇട്ടു, പിന്നെ തക്കാളി ഇട്ടു, അപ്പൊ നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക് അങ്ങനെ എല്ലാ സാധനവും ഇട്ട് എന്നെ ഇവിടെ നിർത്തൂല. ഞാൻ വീഡിയോ പിടിച്ച് മറത്തുപോയി. അപ്പൊ നമുക്ക് 90 കാരണം ഏകദേശം വലിയ പിടിക്കാനും പറ്റിയിട്ടില്ല. ഉപ്പ് ചേർത്തു, തക്കാളി ചേർത്തു. അപ്പൊ നമ്മള് ഏകദേശം തക്കാളി കാര്യങ്ങളെല്ലാം ഇട്ട് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഏകദേശം രസം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രസം. ഇവിടെ നമുക്ക് ഒരിക്കലും നേരം വെല്ലുവിളിക്കുന്നു നിൽക്കാൻ പറ്റില്ല. ഉമ്മ വന്നിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും ഇവിടെ നിൽക്കുമ്പോഴേ ആ രസത്തിന്റെ ആ കുത്തല് നമ്മുടെ മുകളിൽ കയറി തുടങ്ങിയിരിക്കുകയാണ്. രസം അടിപൊളിയൊക്കെയാണ്. ആ കായത്തിന്റെ ആ കുത്തലുണ്ടല്ലോ, രസത്തിൽ വരുന്ന കായത്തിന്റെ ആ കുത്തല് അതിവിടെ നിൽക്കുമ്പോഴേ എന്റെ മൂക്കിലേക്ക് അടിച്ചു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നത്തേക്ക് വെള്ളം ചേർക്കണം. അതെ, നമ്മളിൻ്റെ അത് സാധാരണ രസത്തിൽ പുളിയും ചേർക്കും. പക്ഷെ ഇതിൽ നമുക്ക് പുളി ചേർക്കാനുള്ള കാരണം തക്കാളിക്ക് നല്ല പുളി നടന്നുള്ളതാണ്. എനിക്കറിയില്ല നടന്നുള്ളതാണ്. 3 ബിഗ് തക്കാളി കിട്ടാണ്ട് എന്നത്തേക്ക് ഏകദേശം രസം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കട്ടിയോടുകൂടി നല്ല മസാല കോടമ്പ് രൂപത്തിലായിരിക്കുകയാണ്. ഇനി ഇന്നത്തെ എണ്ണ തെളിയണവരെ നോക്കണം. എണ്ണ തെളിയണവരെ വെയിറ്റ് ചെയ്യണം. ഇനി നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകണ്ട. എണ്ണ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം ചേർക്കാമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇച്ചിരി വെള്ളം ചേർത്തേക്കാണ്. 2.5 കപ്പ് വെള്ളം മൊത്തം ചേർത്തുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മൊത്തം ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ സാധനം തിളച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു രസക്കൂട്ടുമായിരിക്കാം. ഓക്കേ.